ഹായ് ഗൈസ്, കൺമുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് ബോധവാനാണോ ബോധം ഇല്ലാത്തവനാണോ എന്ന് നമ്മളൊന്ന് കൺഫ്യൂഷൻ ആവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് എല്ലാ മനുഷ്യരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്നത് വെഞ്ഞാറമൂട്ടിലെ ആ ഒരു നാടിനെ നടുക്കിയ ആ ഒരു കൊലപാതക പരമ്പരയെക്കുറിച്ചാണ്. അപ്പോൾ ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്, പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊലയിലോട്ട് വരെ കൊലയും എന്നുള്ള രീതിയിൽ ഇന്ന് ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ആളുകൾ എന്തുകൊണ്ടാണ്, ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ ഇത് സംഭവിക്കില്ല, കാര്യം ശിക്ഷ അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവിടുത്തെ. ഇന്ത്യയിലുള്ള ആളുകൾ എന്തുകൊണ്ടാണ്, നമ്മുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യജീവന് ഇങ്ങനെ തുച്ഛമായ വില, അതായത് ഒരു മനുഷ്യജീവന് ഒരു വിലയും ഇല്ലാത്ത രീതിയിൽ എന്തുകൊണ്ട് പെരുമാറുന്നു? ഇതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, പണമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പണമുള്ള ഒരാൾക്കും പണം ഇല്ലാത്ത ഒരാൾക്കും സൊസൈറ്റിയിൽ കിട്ടുന്ന പ്രിവിലേജ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് പണം ഉണ്ടെങ്കിൽ എത്ര വലിയ ഊരാക്കുടുക്കിൽ നിന്നും ഒരാൾക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോരാം. പണം ഉണ്ടെങ്കിൽ സമൂഹത്തിൽ അവന് വിലയുണ്ട്, നിലയുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണമുണ്ടെങ്കിൽ മണമുണ്ട് എന്നൊരു ചൊല്ലുണ്ട്. അപ്പം ആ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്തും പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തുമ്പോഴാണ് അവിടെ കൊലപാതകങ്ങൾ വരെ നടക്കുന്നത്. ഇപ്പോൾ ഇതിലെ പ്രതിയായ അഫാൻ എന്ന് പറയുന്ന ആ നിഷ്ഠൂര കൊല നടത്തിയ ആ നരാധമൻ പോലും പണത്തിന് വേണ്ടിയിട്ടാണ്, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടന്ന ഒരു മാലയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെ കൊന്നത്. അപ്പം ഇവിടെയും ബേസിക് വരുന്നത്, ഇതിൻ്റെ മാനദണ്ഡം വരുന്നത് പണമാണ്. ഒരു സെലിബ്രിറ്റിക്കും ഒരു സാധാരണക്കാരനും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രിവിലേജ് രണ്ട് രീതിയിലാണ് അല്ലേ. ഒരു സെലിബ്രിറ്റിക്ക് എല്ലാ ഇതും കിട്ടും, ജീവിക്കാനുള്ള എല്ലാ ഫ്രീഡവും, അവരെന്ത് ചെയ്താലും പ്രശ്നമില്ല, എങ്ങനെ നടന്നാലും പ്രശ്നമില്ല, നിക്കറിട്ടാലും പ്രശ്നമില്ല, ബിക്കിനി ഇട്ടാലും പ്രശ്നമില്ല. പക്ഷെ അതൊരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അത് ചെയ്യുമ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിലെ യുവതലമുറ ഇന്ന് എന്ത് ചെയ്തും പണം നേടണം എന്നൊരു രീതിയിലോട്ട് നമ്മുടെ ചിന്താഗതി നമ്മൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഈ ഒരു ഭരണകൂടം ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്നവന് ഇന്ന് ജോലിയില്ല, എന്നാൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ നമ്മളെ ഇരുന്ന് ഭരിക്കുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒരു തോന്നലുണ്ടാവുന്നുണ്ട് എന്ത് ചെയ്തും പണം നേടണമെന്ന്. ശരിക്കും കൊറോണ സമയത്താണ് ഈ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ മൊത്തം ചാടിക്കേറി ഇന്ന് ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും യൂട്യൂബ് ചാനലുള്ള ഒരു ലെവലിലെത്തി. പക്ഷേ യൂട്യൂബ് ചാനലിൽ പോലും തലകുത്തി നിന്ന് മറിഞ്ഞ് വീഡിയോ ഇട്ടാൽ പോലും ചില ആളുകൾക്കൊന്നും പൈസ കിട്ടുന്ന ഒരു ഇതേ ഇല്ല. പക്ഷേ ഒരുപാട് പേരിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ്? തട്ടിപ്പ് എങ്ങനെയാണ്? ബെറ്റിംഗ് ആപ്പുകൾ, സ്കാം, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുക, എങ്ങനെയും പണം സമ്പാദിക്കാം എന്നുള്ള ഒരു ഇത് വെച്ച് നമ്മുടെ കുടുംബം മാത്രം രക്ഷപ്പെടട്ടെ, വേറെ 10 കുടുംബങ്ങൾ കണ്ണീരിലാവട്ടെ എന്നുള്ള രീതിയിൽ ഈ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ കണ്ണീരിലാഴ്ത്തുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അവർ സ്വയം വിളിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ 2 ദിവസം മുന്നേ അഷ്കർ ടെക്കിയുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഷ്കർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റോസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഈ റീൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അഷ്കർ. അപ്പോൾ അഷ്കറിൻ്റെ ഭാഗത്തുനിന്ന് 2 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബെറ്റിംഗ് ആപ്പുകൾ ഇങ്ങനെ ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ചും, പിന്നെ വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് പറഞ്ഞ് വീട്ടമ്മമാരെ അവരെ പ്രലോഭിപ്പിച്ച് ഇതിൽ കൊണ്ട് ചാടിക്കുന്ന കുറേ ആപ്പുകൾ, അത് പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഇൻഫ്ലുവാണസേഴ്സ് എന്നാണ് ആ പയ്യൻ അഷ്കർ ടെക്കി തംബ്നെയിലിൽ വെച്ചേക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് അല്ല, ഇൻഫ്ലുവാണസേഴ്സ്. ശരിക്കും ഇതൊക്കെ വാണങ്ങൾ തന്നെയാണ്. പക്ഷേ അവരെ കുറ്റപ്പെടുത്തുമ്പോഴും പണം എന്ന് പറഞ്ഞൊരു സാധനം കയ്യിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളല്ലാതാവും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അവിടെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. സമയത്ത് എല്ലാവർക്കും ദാരിദ്ര്യം വന്നു, എല്ലാവരും കൊടും പട്ടിണിയിലൊക്കെ നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ജീവിച്ചു പോകുന്ന സമയത്ത് ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് കുറേ പേര് സെലിബ്രിറ്റികളായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ കൊറോണ സമയത്ത് ആ ടിക്ടോക്ക് അങ്ങ് ബാൻ ചെയ്തു. അപ്പോൾ അഭിനയ മോഹവും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരുങ്ങി നടക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് പാവപ്പെട്ടവൻ്റെ മക്കൾക്കാണ്. കാരണം പാവപ്പെട്ടവൻ്റെ മക്കളെയാണ് എല്ലാവരും അടിച്ചമർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുമ്പ് പണക്കാരുടെ മക്കളാണ് ഒരുങ്ങി ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ്റെ മക്കളാണ് ഇന്ന് ഏറ്റവും മോഡേൺ ആയിട്ട് നടക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മോഡേൺ ഡ്രസ്സിനും പഴഞ്ചൻ ഡ്രസ്സിനും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം കൊണ്ടാണ്. ഇന്ന് പാവപ്പെട്ടവൻ്റെ മക്കൾ എന്ത് ചെയ്തിട്ടും അവർക്ക് ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഭയങ്കര. അവർക്ക് എങ്ങനെയെങ്കിലും ഒരുങ്ങി നടക്കണം, അവർക്ക് എങ്ങനെയെങ്കിലും കറുത്തിരിക്കുന്നവർക്ക് വെളുക്കണം, പൈസ ഉണ്ടാക്കണം, സൊസൈറ്റിയിൽ നല്ല ഹാഷ് കൂഷ് ജീവിതം എന്നൊക്കെ പറയും.
ആ രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ഇത് വരുമ്പോഴാണ് നമുക്കവിടെ പൈസയുടെ ആവശ്യം വരുന്നത്. പണ്ട് മനുഷ്യന്മാർ എന്ത് കഷ്ടപ്പാട് സഹിക്കുമായിരുന്നു, കഷ്ടപ്പാട് സഹിച്ച് ബുദ്ധിമുട്ട് അറിഞ്ഞ് ജീവിക്കുമായിരുന്നു. ഇന്ന് കഷ്ടപ്പെടാൻ ആർക്കും വയ്യ. നമുക്ക് ഹാർഡ് വർക്കും ചെയ്യാം, സ്മാർട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് എല്ലാവർക്കും സ്മാർട്ട് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെയാണ് ഈ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് അവരവരെ കുടുംബം വലുതാക്കുന്നത്, നമ്മളെപ്പോലുള്ള ഒരു ആപ്പിലാകുന്നത്. യൂട്യൂബ് ചാനലുകൾ റീച്ച് ആവുന്ന സമയത്ത് നല്ല കണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നവർ അവർ സൊസൈറ്റിക്ക് നല്ല കണ്ടന്റ്സ് കൊടുത്ത് റീച്ച് ഉണ്ടാക്കി അവർ നമ്മൾ നോക്കുമ്പോൾ കുറേ പേര് വീട് വെക്കുന്നു, വസ്തു വാങ്ങുന്നു, കാറ് വാങ്ങുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞ് കുറേ പേര് വന്ന് ചാനൽ തുടങ്ങും, കുറേ പേര് ചാനൽ പകുതി വഴിക്ക് വെച്ച് പോകും. എന്തിനും ഏതിനും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതിന് മാത്രമേ നമുക്ക് വാല്യൂ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ ഇന്ന് അതൊന്നും അംഗീകരിക്കാൻ ആർക്കും വയ്യ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഡ്നി വരെ അടിച്ചു പോകുന്ന രീതിയിലുള്ള ക്രീം പ്രൊമോട്ട് ചെയ്ത് ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ് കുറേ പേര് വന്ന് അവർ പൈസ ഉണ്ടാക്കി. എത്രയോ പേർക്ക് വെള്ളപ്പാണ്ട്, കിഡ്നി രോഗം, അങ്ങനെയുള്ള ഈ ആവശ്യമില്ലാത്ത ഇവർ ഉപയോഗിക്കുക പോലും ചെയ്യാത്ത ക്രീമുകളാണ് അവർ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അവർ ഉപയോഗിക്കത്തില്ല. കാര്യം എന്താണ്? ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്. നമ്മളോ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ അടുത്തുള്ള ആരാധന മൂത്ത് നമ്മൾ ഇതെല്ലാം വാങ്ങി ഉപയോഗിക്കും. അങ്ങനെ അവർ പണം ഉണ്ടാക്കും. അവിടെയും എന്താണ് മാനദണ്ഡം വരുന്നത്? പണമാണ്. എന്ന് പറഞ്ഞ് വീട്ടമ്മമാരുടെ ബലഹീനതയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നറിയാമോ? ഭർത്താക്കന്മാരുടെ ചെലവിൽ മാത്രം ജീവിച്ച് ഭർത്താക്കന്മാരുടെ കുത്തുവാക്കുകളും ഈ അടിയും തൊഴിയൊക്കെ കൊണ്ട് എന്തും സഹിച്ച് വേറെ ഒരു സൊല്യൂഷനും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ട്. ഇങ്ങനെയുള്ളവരെ മാർക്കറ്റ് ചെയ്തുകൊണ്ട്, ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആപ്പുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, നമുക്ക് ഉള്ള ഒരു ഒരു അൺകംഫർട്ടബിളായിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു സോണുണ്ട്. അപ്പോൾ അതിന്ന് നമ്മളൊന്ന് സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതെങ്കിലും ചെയ്താൽ. ചിലപ്പോൾ ഈ കെട്ടിയവൻ ജോലിക്ക് വിടത്തില്ലായിരിക്കും, ജോലിക്ക് പോയാൽ പ്രശ്നമായിരിക്കും. അഥവാ ജോലിക്ക് പോയിട്ട് എന്നാൽ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പോ, അല്ലെങ്കിൽ നീ എൻ്റെ ഭാര്യയായിട്ടിരുന്നിട്ട് ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഭർത്താവ് അറിയാതെ വീട്ടിൽ ഇരുന്നെങ്കിലും സമ്പാദിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന കുറേ വീട്ടമ്മമാരെ ഇങ്ങനെ മുതലെടുത്ത് ഇങ്ങനെ മൂഞ്ചിക്കുന്ന കുറേ ആപ്പുകൾ. അപ്പം ഇതിനൊക്കെയും നമ്മൾ ബേസായിട്ട് വരുന്ന ഒരേ ഒരു കാര്യം പണമാണ്. നമുക്ക് പണം വേണം. പണത്തിന് വേണ്ടി നമ്മൾ ഇന്ന് കൺമുന്നിൽ നിൽക്കുന്നവരെ കൊല്ലും. ആ ഒരു രീതിയിലോട്ടാണ് ഇന്ത്യൻ സമൂഹം. നമുക്ക് മതിയായ വിദ്യാഭ്യാസം ഉള്ളവർക്ക് ജോലി കൊടുക്കാതെ നമ്മളെ സർക്കാർ നടത്തുന്ന ഈ ഒരു ചീഞ്ഞ സിസ്റ്റം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരൊക്കെയാണ് സ്വിഗ്ഗിയിലൊക്കെ ഡെലിവറി ബോയ് ആയിട്ട് പോകുന്നത്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാരെ നോക്കിയാൽ സെക്രട്ടേറിയറ്റിലൊക്കെ ഇരിക്കണം അല്ലേ? നമ്മൾ ഈ വിദ്യാഭ്യാസം ഇതൊക്കെ ഉള്ളവർ ഡോക്ടേഴ്സ്, എത്രയോ ഡോക്ടേഴ്സ് പഠിച്ചിറങ്ങിയിട്ട് ജോലിയില്ല നിൽക്കുന്ന എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്, എത്രയോ നേഴ്സ് പിള്ളേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിദേശത്ത് പോകും. ഇവിടെ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് വിദേശത്ത് പോകും. അവിടെ പോയി പട്ടിപ്പണിയും ചെയ്ത് ഇതെല്ലാം കൂടെ ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈസി വേയിൽ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മനുഷ്യനെ മറന്നു പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഭരണകൂടം പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം. പണക്കാരൻ്റെ മക്കൾക്ക് സ്കൂളിൽ തന്നെ പണക്കാരൻ്റെ മക്കൾ, പാവപ്പെട്ടവൻ്റെ മക്കൾ പക്ഷഭേദമുണ്ട്. നമ്മൾ എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും പണക്കാരുടെ മക്കൾക്ക് കിട്ടുന്ന അംഗീകാരം പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് കിട്ടുന്നില്ല. അഥവാ ആ പാവപ്പെട്ടവൻ്റെ കൊച്ചിനൊരു അംഗീകാരം കിട്ടണമെങ്കിൽ അത് പഠിച്ച് വലുതായി ഏതെങ്കിലും ഒരു വലിയ ഇതിലെത്തണം. എന്നാൽ പോലും അതിനെ അധിക്ഷേപിക്കാൻ മാത്രമേ ആൾക്കാരുള്ളൂ. അത് ഇന്ന ആളുടെ മോളൽ എന്ന് പറഞ്ഞ് നീ എന്തോ ലക്കിന് കിട്ടിയതെന്ന് പറഞ്ഞ് ആ രീതിയിൽ ഒരു ആക്ഷേപിക്കുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കൊല ചെയ്യാൻ ഉള്ള ഒരു രീതിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുറ്റം മാത്രമാണ്, നമ്മുടെ സൊസൈറ്റിയുടെ മാത്രം കുറ്റമാണ്. കൊലപാതകത്തിന് ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. ഈ 5 പേരെ ഒരു ദാക്ഷിണ്യമില്ലാതെ കൊന്ന ഈ പ്രതിയുടെ, ഈ അഫാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെന്ന് പറയാൻ പറ്റത്തില്ല, ഈ നരാധമൻ്റെ ആവശ്യവും പണമായിരുന്നു. ഈ ചെറുപ്രായത്തിൽ ഈ പയ്യനെ എങ്ങനെ ഇത്രയും ലക്ഷം രൂപയുടെ കടം വന്നു? അപ്പം അതാണ് പറയുന്നത്, നമ്മൾ എന്തും ഏതും പണം കൊടുത്ത് നേടാൻ കഴിയും. പണം ഉണ്ടെങ്കിലേ മണമുള്ളൂ, പണം ഉണ്ടെങ്കിൽ നമുക്ക് വിലയുള്ളൂ എന്നുള്ള ഒരു ഇത് നമ്മുടെ മക്കളെ മനസ്സിൽ നിർത്തങ്ങ് മാറ്റിക്കളയണം. ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം. കഴിയുമെങ്കിൽ രക്ഷകർത്താക്കൾ അവരവരുടെ ചെറുപ്പകാലം ഈ ഗൾഫിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഈ മക്കളെ ബുദ്ധിമുട്ട് അറിയിക്കാതെ അവിടെ കിടന്ന് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്ത് ഇവരെ ഇവിടെ സുഖിക്കാൻ വിടുമ്പോൾ നാളെ ഒരു സമയത്ത് നമ്മളെ കഴുത്ത് ഇവരെ കണ്ടിച്ചെടുക്കുന്ന അവസ്ഥയിലെത്തും. പക്ഷേ പണ്ടുള്ള രക്ഷകർത്താക്കൾ ചെയ്തതിലൊരു നല്ല കാര്യമുണ്ട്. ദാരിദ്ര്യം
അറിയിച്ച് വളർത്തിയിട്ടുണ്ട്. 10 രൂപ ചോദിക്കുന്ന സമയത്ത് 10 രൂപ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന രീതിയിൽ പണ്ടത്തെ രക്ഷകർത്താക്കൾ വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതും ഇല്ല. പിന്നെ നമ്മുടെ പാരൻസ്, അവർ നമ്മളെ വളർത്തിയ സമയത്ത് ദാരിദ്ര്യത്തിൽ കഷ്ടപ്പാടിലൊക്കെ ആയിരുന്നതുകൊണ്ട് നമ്മളടുത്ത് അവർ ദാരിദ്ര്യം അറിയിച്ച് വളർത്തിയിട്ട് നമ്മുടെ മക്കൾക്ക്, ഈ ഗ്രാൻഡ് പാരൻസും ഒരു പരിധിവരെ മക്കളെ വഷളാക്കുന്നുണ്ട്. ചെറുമക്കളെ നമ്മുടെ മക്കൾക്ക് നമുക്ക് തരാത്തത് അവർ നമ്മുടെ മക്കൾക്ക് കൊടുക്കും. ഇപ്പം മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ അഴിച്ചത് അപ്പൂപ്പ എന്ന് പറഞ്ഞാൽ അഴിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. ഇതൊക്കെയും ഇന്നത്തെ സൊസൈറ്റിയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇന്നത്തെ ജനറേഷനെ വഴിതെറ്റിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങി, ഞാൻ വീട് വെച്ചു, ഞാൻ വസ്തു വാങ്ങി, ഞാൻ കാറ് വാങ്ങി എന്ന് പറയുന്നവർ ചാനലിൽ വീഡിയോ ചെയ്ത് മാത്രമല്ല എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. അമല ഷാജിയെയും വയനാട് വ്ളോഗറിനെയും പോലെയുള്ള ആളുകൾ അവർ ഈ ബെറ്റിംഗ് ആപ്പുകൾ, മല്ലു ഫാമിലി പോലെയുള്ള, അതിലെ സുജിനെ പോലെയുള്ള ആൾക്കാർ ഈ ബെറ്റിംഗ് ആപ്പുകൾ, അനധികൃതമായിട്ടുള്ള ആപ്പുകളെല്ലാം അവരുപയോഗിക്കില്ല. ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഇത് ഇത്ര രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവരിത് ഉപയോഗിക്കത്തില്ല. നമ്മുടെ ജീവിതം മൂഞ്ചിക്കാൻ വന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. കഷ്ടപ്പെട്ടുണ്ടാക്കാത്തതൊന്നും നിലനിൽക്കൂല എന്നുള്ളൊരു ബോധവും നമുക്ക് വേണം. എല്ലാവർക്കും കയറി അംബാനി ആവാനും യൂസഫലി ആവാനും ഒന്നും പറ്റത്തില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ റീച്ച് ആവുന്നതിന് മുന്നേ ആളുകളെ മുതലെടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേബിൾ TV പരസ്യങ്ങളിൽ. കേരള വിഷൻ പോലുള്ള കേബിൾ TV പരസ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഹോം ചാനൽ വരും ഫ്രണ്ടിൽ. അതിന് മുമ്പ് നമ്മൾ ഈ തട്ടിപ്പ്, ഈ സ്കാമിങ് എങ്ങനെയായിരുന്നെന്നറിയാം. മുമ്പ് ഈ കുബേർ കുഞ്ചി, വലംപിരി ശംഖ്, ഇടംപിരി ശംഖ്, മൂത്തപിരി ശംഖ്, ഇളയപിരി ശംഖ്, പിന്നെ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശംഖ്, ഇങ്ങനെ കുറേ എന്താ പറയുക, കുറേ മന്ത്രിച്ച തകിടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വെച്ചാൽ പണം വന്ന് ചേരും, പണം ഒഴുകി വരുമെന്നും പറഞ്ഞ് അങ്ങനെ കുറേ നമ്മളെ തട്ടിച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരവസ്ഥയിൽ എത്തിയതെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയെല്ലാം നമ്മൾ അവരുടെ യൂട്യൂബ് ചാനൽ കണ്ട് ആരാധിക്കുകയും തലയിലെടുത്ത് വെക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അവർ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കരുത്. ഒരു ബ്യൂട്ടി വ്ളോഗർ വന്ന് നിങ്ങളോടൊരു ക്രീം സജസ്റ്റ് ചെയ്യുമ്പോൾ അവരത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് പോലും ശ്രദ്ധിക്കാതെ നമ്മളത് ചാടിക്കേറി വാങ്ങരുത്. എല്ലാ സ്കിന്നിനും സൂട്ടാവുന്നതായിരിക്കില്ല. അവർ ഓൾ സ്കിന്നിന് സൂട്ടാവും എന്ന് പറയും. നമ്മൾ ചാടിക്കേറി വാങ്ങിക്കും. വെള്ളപ്പാണ്ട്, അങ്ങനെയുള്ള ഓരോ സ്കിൻ ക്യാൻസർ, കിഡ്നി അടിച്ചു പോവുക, ഇങ്ങനെയുള്ള ഇതൊക്കെ ഡിസീസൊക്കെ നമുക്കാണ് വരുന്നത്. ഇവർക്ക് വന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് പോവാം. അവർ ചിലപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത നമുക്ക് എങ്ങനെ റിച്ച് ആയിട്ട് നടക്കാം, എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റൈലിഷ് ആയിട്ട് നടക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന സമയത്ത് ഒരു ദിവസം ജീവിക്കണോ അതോ നമ്മൾ ഒരുപാട് നാൾ ജീവിക്കണോ എന്ന് ചിന്തിച്ചു നോക്കണം. ആദ്യം അഷ്കർ തെക്കിയെ സംബന്ധിച്ച് അഷ്കർ ഒരു ചാനൽ ഏകദേശം 1 മില്യൺ സബ്സ്ക്രൈബർ എബോവ് കടന്ന ചാനലാണ്. അങ്ങനെ ഒരു ചാനലിൽ അഷ്കറിന് വേണമെങ്കിൽ ഇതുപോലുള്ള ആപ്പുകൾ അഷ്കറിന് വന്നിരുന്ന് പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ ആ പയ്യൻ നല്ല വ്യക്തമായും നല്ല ശക്തമായിട്ടും ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഈ ബെറ്റിംഗ് ആപ്പുകളിൽ സ്കാമിലൊന്നും കൊണ്ട് തല വെച്ച് കൊടുക്കരുത്, പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളടുത്ത് സജസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബേഴ്സിനെതിരെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആൾക്കാർക്ക് എതിരെയാണ് അഷ്കർ സംസാരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ മനസ്സ് കാണിച്ച അഷ്കറിന് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ഉണ്ട്. കാര്യം ഒരു യൂട്യൂബേഴ്സും ഇങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടില്ല. കാര്യം അവർ ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് അറിഞ്ഞാൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അഷ്കറിനെ പോലുള്ള യൂട്യൂബേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. എന്ത് ചെയ്തിട്ടാണെങ്കിലും പ്രശ്നമില്ല, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടാൽ മതി, ബാക്കിയുള്ളവൻ്റെ കണ്ണിലെ കണ്ണുനീര് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ നടക്കുന്ന ആൾക്കാരുടെ അവർ വിരിക്കുന്ന വലയിൽ പോയി വീണ് കൊടുക്കാതിരിക്കുക. പിന്നെ റമ്മി കളിച്ചും അത് കളിച്ചും ഇത് കളിച്ചും ഒന്നും ആർക്കും ലക്ഷക്കണക്കിന് രൂപയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അവരതിൽ പറയുന്നൊരു കാര്യമുണ്ട്, സ്വന്തം റിസ്കിൽ കളിക്കുക, റിസ്ക്കുള്ള കളിയാണെന്ന് അവർ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അവരൊന്നും ഇത് കളിച്ചില്ല. അവർ കാണിക്കുന്ന ID മൊത്തം ഫേക്ക് ഐഡിയാണ്. അവരുടെ ID ഒന്നും അല്ല അവർ കാണിക്കുന്നത്. ഞാൻ ഇത് കളിച്ചെന്ന് പറഞ്ഞാൽ അവർ ID കാണിക്കും, അവർക്ക് മണി വിഡ്രോ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിക്കും. ഇതൊന്നും നമ്മൾ നമ്പാൻ പോരുത്. ഒരുപാട് ആപ്പുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തോ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും നമുക്ക് സേഫ് അല്ല. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്തോ ഹാർഡ് വർക്ക് ചെയ്തോ നിങ്ങൾ പണം ഉണ്ടാക്കിക്കോ, പക്ഷേ അതൊരിക്കലും ഇങ്ങനെ ആവരുത്. പണം ഉണ്ടാക്കാനെന്നുള്ള ത്വരയോട് കൂടി ആവരുത്, ആക്രാന്തത്തോടു കൂടി ആവരുത്. കാരണം പണത്തിനോട് നമുക്ക് ആക്രാന്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനല്ലാതായി മനുഷ്യനെ മറക്കും. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ തല അടിച്ച് തകർത്തിട്ട് അവരെ നിഷ്ഠൂരമായി കൊന്നിട്ട് അവരെ കഴുത്തിലെ മാല വരെ ചൂരിക്കൊണ്ടുപോയി കടം തീർക്കാൻ ഒരു പ്രതി, ഇന്ന് ഒരുത്തൻ സ്വന്തം അച്ഛമ്മയെ കൊന്നിട്ട് അവരുടെ ഡെഡ് ബോഡിയിലെ മാല വലിച്ചൂരിക്കൊണ്ടുപോയി കടം തീർക്കാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നമ്മുടെ തലമുറ പോകുന്നത് പണത്തിന് പിന്നാലെയാണ്, റിച്ചിന് പിന്നാലെയാണ്, കോസ്മെറ്റിക് പ്രോഡക്റ്റിന് പിന്നാലെയാണ്, ഹൈ ലെവലിന് പിന്നാലെയാണ്.
അത് നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ നമ്മുടെ തലമുറ, നമ്മുടെ ഈ ജനറേഷനെ തന്നെ ഇല്ലാതെ. അതുകൊണ്ട് നമ്മളെ മക്കളെടുത്ത് നമ്മളെ ഇച്ചിരി നമ്മളെ കഷ്ടപ്പാട്, നമ്മുടെ ബുദ്ധിമുട്ടും എല്ലാം അറിയിച്ച് നമുക്ക് ഈസി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമേ നമുക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ള ആ ഒരിത്, കഠിനാധ്വാനത്തിന് എന്നും വിലയുണ്ട് എന്ന് നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ മനസ്സിലായാൽ തന്നെ സൊസൈറ്റിയിലെ പാതി ബുദ്ധിമുട്ടും നമുക്ക് നീങ്ങിക്കിട്ടും. ഈ മക്കളെ വളർത്താൻ വേണ്ടി എന്തും ധരിച്ച് എന്തും സഹിച്ച് വർഷങ്ങളോളം മണലാരണ്യത്തിൽ കിടന്ന ആളാണ് അഫാൻ്റെ വാപ്പ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ ഇളയ കുഞ്ഞിനെ നഷ്ടപ്പെട്ട്, കുടുംബത്തിൽ 5 പേരെ നഷ്ടപ്പെട്ട്, ഭാര്യ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമായി അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ മാതാവ് ഇന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നാലും ഇളയ കുട്ടിയില്ല, കുടുംബത്തിലെ 5 പേര്, അതും അതിക്രൂരമായിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മക്കളെ തലയിൽ കുത്തി നിറച്ചു കൊടുക്കേണ്ടത് പണം സമ്പാദിക്കുക, ഏതെങ്കിലും രീതിയിൽ പണം സമ്പാദിക്കുക, അല്ലെങ്കിൽ പണമാണ് വലുതെന്നാണോ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയിക്കാതെ രാത്രി ചോറ് ഇരുന്നാലും അവർക്ക് ചോറ് കൊടുക്കാതെ വീട്ടിലിരിക്കുന്ന ഫുഡ് വേസ്റ്റ് ആക്കിയിട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് അവരെ ആവശ്യമില്ലാത്ത രീതിയിൽ വളർത്തിയെടുക്കണോ? അതോ 10 രൂപയുടെ ഇതാണെങ്കിലും ദാരിദ്ര്യമായിട്ട് പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുക്കണോ വേണ്ടിയെന്ന് നമ്മൾ ചിന്തിക്കുക. ആളുകൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യ, യൂട്യൂബിൽ ഇരുന്നാൽ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് പൈസ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ആൾക്കാരെ വഴിതെറ്റിച്ച് പണം ഉണ്ടാക്കിയാണ്. നിങ്ങൾ വ്ളോഗ് ചെയ്തോ, നിങ്ങളുടെ ഹോം ടൂർ ചെയ്തോ, നിങ്ങളുടെ കക്കൂസ് കാണിച്ചോ, നിങ്ങളെ എന്ത് കാണിച്ചോ നിങ്ങൾ പണം ഉണ്ടാക്കിയോ, ദയവ് ചെയ്ത് ആൾക്കാരെ മൂഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ പണം ഉണ്ടാക്കരുത്. അത് വയറ്റിൽ പിടിക്കില്ല, ദഹിക്കില്ല, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും, അത് ഉറപ്പാണ്. കൊലപാതകങ്ങളും ആത്മഹത്യയും ഗാർഹിക പീഡനവും റേപ്പും കൊച്ചുകുട്ടികളുടെ അടുത്ത് കഴിവേറിത്തരം കാണിക്കുന്നതൊക്കെ ഇന്ത്യയിൽ ഇല്ലാതാവണമെങ്കിൽ പണക്കാരൻ തെറ്റ് ചെയ്താലും പാവപ്പെട്ടവൻ തെറ്റ് ചെയ്താലും ശിക്ഷ കിട്ടും എന്ന് നമ്മുടെ നീതിപീഠം അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കൊലപാതകവും ഇതെല്ലാം മാറിക്കിട്ടും. എന്തിനും ഏതിനും പണമാണ് വലുത്, പണമില്ലാത്തവൻ പിണം എന്നുള്ള ഒരു ഇതും മാറ്റിയെടുത്ത് സാധാരണക്കാരനെയും പണക്കാരനെയും സെലിബ്രിറ്റിയെയും കാശുകാരനെയും എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് ജോലി ഇല്ലാത്തവർക്ക് ജോലി, ഈ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ഒഴിവുകൾ നിങ്ങൾ നികത്തി നിങ്ങൾ ജോലിയും കൊടുത്ത് എല്ലാവരെയും ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. കുറച്ചുപേരെ താഴ്ത്തി കുറച്ചുപേരെ പൊക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ മുട്ടാപ്പോക്ക് ന്യായമായിട്ട് ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ പറയും വർഷങ്ങൾക്ക് മുമ്പേ ഇത് പ്രവചിച്ചിരുന്നു, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് നമ്മളതിനെ ഞമ്മൻ്റെ ആളുകൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളത് മതത്തിൽ കൊണ്ട് കുത്തിക്കയറ്റാൻ നോക്കും. അത് അങ്ങനെ കുറേ വാണങ്ങൾ, അത് കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നുവെന്ന്, കൊല്ലപ്പെടുന്നവൻ എന്തിനാ കൊല്ലപ്പെട്ടതെന്നും കൊല ചെയ്തവൻ എന്തിനാ കൊല ചെയ്തതെന്നും അറിയാത്തൊരു കാലഘട്ടം വരുമെന്ന്. ഇവിടെ കൊല ചെയ്തവന് അവന് നല്ല ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, അവന് നല്ലതുപോലെ അറിയായിരുന്നു, അവന് പണത്തിന് വേണ്ടിയിട്ടാണ് അവൻ കൊന്നത്. അവൻ്റെ ഉമ്മയുടെ സ്വന്തം അമ്മയുടെ കഴുത്തി കിടന്ന മാല വരെ കൊന്നിട്ട് ഊരിയെടുത്താണ്. അവന് നല്ല ബോധം ഉണ്ടായിരുന്നു അവൻ എന്തിനാണ് കൊല്ലുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മുട്ടാപ്പോക്കുകളൊക്കെ എഴുതി വെച്ച് ദയവ് ചെയ്ത് കൊലപാതകങ്ങളെ നോർമലൈസ് ചെയ്യാൻ ആരും ശ്രമിക്കരുത്. ഇത് പണ്ട് എഴുതി വെച്ചതിൻ്റെ പരിണിത ഫലമൊന്നും അല്ല ഇപ്പം നടക്കുന്നത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കൂല, നല്ല ഫുഡ് കിട്ടും, നല്ല ട്രീറ്റ് കിട്ടും, എനിക്ക് അവിടെ പോയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഇറങ്ങി വന്ന് വീണ്ടും കുറേ കാലം കൂടെ ജീവിക്കാം, എനിക്ക് അകത്ത് കയറിപ്പോയിട്ട് ഞാൻ കരിമന്തിയായിട്ട് പോയിട്ട് തിരിച്ച് ഞാൻ കുഴിമന്തിയായിട്ട്, അതായത് കരിക്കട്ട പോലെ പോയിട്ട് നിലവിളക്ക് പോലെ ഇറങ്ങി വരാം എന്നൊക്കെ ഉള്ള മനുഷ്യൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഒരു കൊല ചെയ്താലും 9 കൊല ചെയ്താലും ഇന്ത്യയിൽ പുല്ലാണ് എന്നുള്ള ഈ ഒരു ബ്രെയിനിൽ ആ ഒരു ഇത് മാറ്റിയെടുത്താൽ സകലതും മാറി കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ പണത്തോടുള്ള ആർത്തിയും എളുപ്പ വഴിയിൽ എങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ള ഇതും ഈ സെലിബ്രിറ്റി ലൈഫ് കണ്ടിട്ട് അവരെ പോലെ ആവണമെന്നുള്ള നമ്മുടെ തൊലയും മാറ്റിയെടുത്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.